ഡൽഹിയിൽ നടന്ന സമരം എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം അരവിന്ദ് കെജ്രിവാളിനെതിരെ തിടുക്കപ്പെട്ട നടപടിയെടുത്തതുമായി ബന്ധപ്പെട്ട് ആ ഒറ്റപ്പെട്ട സംഭവത്തെ മാത്രം ആശ്രയിച്ചിട്ടുള്ള സമരമല്ല. നിരന്തരമായിട്ട് പ്രതിപക്ഷ മുന്നണിയിൽ നിൽക്കുന്ന പാർട്ടികൾ നിരന്തരം ഇന്ത്യൻ ജനാധിപത്യത്തിൽ പ്രതിപക്ഷ ശബ്ദങ്ങളെ അമർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ED പോലുള്ള അന്വേഷണ ഏജൻസികളെ BJP വല്ലാത്ത രീതിയിൽ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ള ആക്ഷേപത്തിൻ്റെ പിൻബലത്തിൽ തന്നെയാണ് ആ സമരം നടന്നത്. ഇവിടെ കരുവന്നൂരുമായിട്ട് അതിനെ കൂട്ടിക്കെട്ടുമ്പോഴുള്ള പ്രശ്നം, കരുവന്നൂരിൽ EDയുടെ അന്വേഷണം തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. പക്ഷേ ഇപ്പോൾ തിടുക്കപ്പെട്ട് ED നടത്തുന്ന ഈ നടപടികളിലൊക്കെ ഇപ്പോൾ ED പറഞ്ഞിട്ടുള്ള CPMന് 5 അക്കൗണ്ട് ഉണ്ട് എന്നൊക്കെ ED പറയുന്ന അറിവുകളെ നമ്മൾക്കും ഉള്ളൂ. അതിനപ്പുറത്തൊരു വിശദമായിട്ടുള്ള ഒഫീഷ്യൽ ഡാറ്റ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടില്ല. പറഞ്ഞു കേൾക്കുന്നു, ED പറയുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ അതിനേക്കാൾ അപ്പുറം CPMന് 5 സ്വകാര്യ അക്കൗണ്ട് അല്ലെങ്കിൽ വെളിപ്പെടുത്താത്ത അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ഒരു ആക്ഷേപമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുമ്പിൽ അത്തരം അക്കൗണ്ടിന്റെ വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ടോ, അതിലൂടെ വന്നിട്ടുള്ള പണത്തിന്റെ സ്രോതസ് എങ്ങനെയാണ്, അതെങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്നുള്ളതൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും മറ്റ് സംവിധാനങ്ങളും നിയമ സംവിധാനങ്ങളാണ് അവിടെ പരിഹരിക്കേണ്ടതും അതിൽ ഇടപെടേണ്ടതും. അത് ഒന്ന്. രണ്ടാമത്തെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, കരുവന്നൂർ എന്ന് പറഞ്ഞ പേര് കേരളത്തിന്റെ ചരിത്രത്തിൽ നമ്മൾ ഇത്രത്തോളം ചർച്ച ചെയ്യാനുള്ള കാരണം അവിടെ സാധാരണപ്പെട്ട സഖാക്കന്മാരെ, സഹകാരികളെ 10-40 വർഷക്കാലം CPMനോട് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച ആളുകളുടെ അധ്വാനത്തിന്റെ ഫലം അവിടുത്തെ സഖാക്കന്മാരുടെ നേതൃത്വത്തിൽ കൊള്ളയടിക്കപ്പെട്ടു. അതാണ് നമ്മുടെ വിഷയം. ആ വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ EDയുടെ നടപടി എവിടം വരെ എത്തി, അല്ലെങ്കിൽ മറ്റ് അന്വേഷണ ഏജൻസികൾ എത്രത്തോളം നടപടികൾ സ്വീകരിച്ചു, അതിൽ യഥാർത്ഥ കുറ്റക്കാരായിട്ടുള്ള ആളുകൾ എത്രത്തോളം അറസ്റ്റ് ചെയ്യപ്പെട്ടു, നിയമ നടപടികൾ എത്രത്തോളം സ്വീകരിക്കപ്പെട്ടു എന്നുള്ളതൊക്കെയാണ് കേരളത്തിന് അറിയാൻ കൂടുതൽ താല്പര്യമുള്ള വിഷയം. ഇവിടെ CPMന് 5 രഹസ്യ അക്കൗണ്ടുകളുണ്ട്, അതിലൂടെ അവർ പണം കൈകാര്യം ചെയ്തു എന്നുള്ളതൊക്കെ രണ്ടാമത്തെ വിഷയമാണ്. അതൊരു പ്രധാന വിഷയമാണെങ്കിൽ തന്നെ അതൊരു രണ്ടാമത്തെ വിഷയമാണ്. അതിനേക്കാൾ പ്രധാനപ്പെട്ട വിഷയം 3 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന തൃശ്ശൂർ ജില്ലയുമായി ബന്ധപ്പെട്ട് CPMും ഇടതുപക്ഷവും വലിയ രീതിയിൽ പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ LDFന്റെ തലയ്ക്ക് മുകളിൽ ഉയർന്നു നിൽക്കുന്ന ഒരു വാളായിട്ട് മാത്രമേ ഈ ED അന്വേഷണത്തെ കാണാൻ പറ്റൂ. കാരണം BJPയുമായി ബന്ധപ്പെട്ട് CPM നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഒത്താശയിൽ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അവരൊരു സെറ്റിൽമെന്റ് രാഷ്ട്രീയത്തിലേക്ക് പോകാനുള്ള വഴി തുറന്നിടുകയാണോ EDയുടെ ഇപ്പോഴത്തെ നടപടി എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഉണ്ടാകുന്ന അനുഭവം അല്ല ഇവിടെ എന്ന് പറയാൻ. ഇപ്പൊ ഇന്നലെ നിങ്ങളുടെ റാലിയിൽ 2 കസേരകൾ ഒഴിച്ചിട്ടിരുന്നു. രണ്ടും ED അറസ്റ്റ് ചെയ്ത 2 പേർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഒന്ന് ഹേമന്ത് സോറിന് വേണ്ടിയിട്ടുള്ള കസേര, മറ്റത് അരവിന്ദ് കെജ്രിവാളിന് വേണ്ടിയിട്ടുള്ള കസേര. ഈ 2 കേസുകളും വളരെ കാലം മുമ്പ് അന്വേഷണം തുടങ്ങിയതാണ്. ഡൽഹി മദ്യനയ അഴിമതിയൊക്കെ ED പരിശോധന തുടങ്ങിയിട്ട് 2 കൊല്ലത്തോളമായി. 1 കൊല്ലം മുമ്പാണ് അവിടുത്തെ മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്തത്. കരുവന്നൂർ കേസ് പോലെ മുമ്പേ അന്വേഷണം തുടങ്ങിയ കേസാണ്. അപ്പോൾ ആ കേസിൽ അരവിന്ദ് കെജ്രിവാളിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ നിലയ്ക്ക് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡായി പ്രതിപക്ഷത്തിന് നേരെ അന്വേഷണ ഏജൻസികളെ ഉപയോഗിക്കരുത് എന്നൊരു നിലപാടെടുക്കുക, അതിനുശേഷം അത് കേരളത്തിലാണെങ്കിൽ അങ്ങനെ ഉപയോഗിച്ചാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുക എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അഭിലാഷേ, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. കേരളത്തിലാണെങ്കിലും അങ്ങനെ ഉപയോഗിക്കാം എന്ന് ഞങ്ങൾ പറയുന്നില്ല, അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടുമില്ല. കേരളത്തിൽ വരുമ്പോൾ EDക്ക് മറ്റൊരു നയമാണ്. ED BJPയുടെ വേട്ടനായ്ക്കളാണെന്നൊക്കെയുള്ള ആക്ഷേപം നിലനിൽക്കുമ്പോൾ തന്നെ EDയുടെ അല്ലെങ്കിൽ IT ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ CBIയുടെ ഒക്കെ നിലപാടുകളും അവരുടെ അന്വേഷണ രീതികളും വ്യത്യസ്തമാണല്ലോ. മറ്റു പല സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. 2022 പരാതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം എപ്പോഴാണ്? ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം. ഹേമന്ത് സോറൻ അറസ്റ്റ് ചെയ്യപ്പെടുന്നപ്പോഴാണ് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ്. ഇങ്ങനെ പല നേതാക്കന്മാർ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. അവർക്കെതിരെ ചുമത്തപ്പെടുന്ന കുറ്റം എന്താ? അരവിന്ദ് കെജ്രിവാൾ തന്നെ ED നോട്ടീസിന് മറുപടി കൊടുക്കുന്നില്ല, ഹാജരാകുന്നില്ല എന്നുള്ളതൊക്കെയാണ് ഉന്നയിക്കുന്ന ആക്ഷേപം. എങ്കിൽ തോമസ് ഐസക് എന്ന് പറഞ്ഞ കേരളത്തിന്റെ മുൻ ധനകാര്യമന്ത്രി എത്രയോ വട്ടം ഹൈക്കോടതി പോലും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഹാജരായിക്കോ, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യില്ലെന്ന്. എന്നിട്ടും എന്തുകൊണ്ട് ഹാജരാകാതിരിക്കുന്നു? എന്നിട്ടും എന്തുകൊണ്ട് അദ്ദേഹത്തിലേക്ക് അത്തരത്തിലൊരു അരവിന്ദ് കെജ്രിവാളിനെ അരവിന്ദ് കെജ്രിവാളിന് സെർവ് ചെയ്ത അത്രയും നോട്ടീസ് തോമസ് ഐസക്കിന് സെർവ് ചെയ്തിട്ടില്ല. ഇന്ന് ഹൈക്കോടതിയിൽ ആ കേസാണ്. ഇലക്ഷൻ കഴിയുന്നത് വരെ ഈ നടപടികൾ നിർത്തിവെക്കാൻ പറ്റില്ല എന്ന് ഹൈക്കോടതി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റോട് ചോദിക്കുന്നു. അങ്ങനെ പറ്റില്ല എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നു. ആ വിഷയം ഓൺ ഗോയിങ് ആണ്. അതല്ലാതെ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ ഐസക്കിനെതിരെ മസാല ബോണ്ട് വിഷയത്തിൽ ഒരു ED നടപടി ഉണ്ടാകില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാനൊന്നും പറ്റില്ല. ആ പ്രോസസ് ഓൺ ഗോയിങ് ആണ്. ഇന്ന് ഹൈക്കോടതിയിൽ അന്വേഷണ ഏജൻസി പറഞ്ഞത് ഇലക്ഷൻ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് നിർത്തിവെക്കാൻ പറ്റില്ല എന്നാണ്. അപ്പോൾ എനിക്ക് അറിയേണ്ടത് ഒറ്റ കാര്യമുള്ളൂ ജിൻഡോ ജോൺ. ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്തതിൽ, അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് നിങ്ങൾ
28 പാർട്ടികൾ ഡൽഹിയിൽ റാലി നടത്തി പ്രതിഷേധിച്ചു. ഇവിടെ ആരെയെങ്കിലും അറസ്റ്റ് ചെയ്താൽ, തോമസ് ഐസക്കിനെ അറസ്റ്റ് ചെയ്താൽ, MM വർഗീസിനെ അറസ്റ്റ് ചെയ്താൽ, AC മൊയ്തീനെ അറസ്റ്റ് ചെയ്താൽ, സമാനമായ വിധത്തിൽ ഇന്ത്യ മുന്നണി എന്നുള്ള നിലയിൽ കോൺഗ്രസും ഒരു റാലി നടത്താൻ, CPM-നൊപ്പം റാലി നടത്താൻ, പ്രതിഷേധിക്കാൻ ഉണ്ടാകുമോ, അതോ നന്നായി പോയി എന്ന് പറയുമോ? അല്ല, എങ്ങനെയാ അഭിലാഷ് അതിന് സാധിക്കുക? ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ് ഇന്ത്യ മുന്നണി ഉയർത്തിപ്പിടിക്കുന്ന ഒരു കോമൺ കോസിൽ വരുന്നല്ലോ കരുവന്നൂരിലെ സാധാരണപ്പെട്ട സഹാക്കന്മാരെ കൊള്ളയടിക്കുന്ന വിഷയം. ഇവിടെ BJP അല്ലെങ്കിൽ ED അല്ലെങ്കിൽ IT ഡിപ്പാർട്ട്മെന്റ് ഒക്കെ എടുക്കുന്ന നിലപാട് എന്താ? ഇത്രയും കാലങ്ങളായിട്ട് അന്വേഷണത്തിൽ താല്പര്യം കാണിക്കാതെ മൂടി വെച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഒരു വിഷയത്തിൽ ഇപ്പോൾ തിടുക്കപ്പെട്ട് നടപടിയെടുത്തുകൊണ്ട് അവിടെ അരവിന്ദ് കെജ്രിവാളിന് കിട്ടിയ ഒരു സഹതാപ തരംഗം, അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിന് ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് സൃഷ്ടിക്കപ്പെട്ടതുപോലെ ഇവിടെ പിണറായി വിജയന് അനുകൂലമായിട്ട് LDF സർക്കാരിന് അനുകൂലമായിട്ട് ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയാണ് ണെങ്കിൽ അതുമൂലം ഈ LDF സർക്കാരിനും BJP സർക്കാരിനും എതിരായിട്ടുള്ള ജനവിധിയെ കോൺഗ്രസിലേക്ക് UDF-ലേക്ക് ആളുകളുടെ വോട്ടായി വരുന്നതിനെ തടസ്സപ്പെടുത്താൻ സാധിക്കുമോ എന്നുള്ള BJP-യുടെ റിസർച്ചാണ് നടക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനെ പിന്തുണയ്ക്കാൻ സാധിക്കില്ലല്ലോ, ഒരു കാരണവശാലും സാധിക്കില്ല. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള ED-യുടെ അന്വേഷണം, പ്രാഥമിക അന്വേഷണം തുടങ്ങിയത് 3 വർഷം മുമ്പ്, നാളിതുവരെ നടപടിയെടുത്തിട്ടില്ലല്ലോ. ഈ പറഞ്ഞ തോമസ് ഐസക്കിനെതിരെയുള്ള അന്വേഷണം ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ച് ഇലക്ഷനിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള തോമസ് ഐസക്കിനെ അറസ്റ്റ് ചെയ്യാൻ വന്നാൽ അതിനെ അംഗീകരിക്കാൻ സാധിക്കില്ല. അദ്ദേഹത്തോടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്കുണ്ട്, അതുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങളുണ്ട്. പല അഭിപ്രായ വ്യത്യാസങ്ങളും ആക്ഷേപങ്ങളും നിലനിൽക്കുമ്പോൾ തന്നെ ഈ ഇലക്ഷൻ സമയത്ത് അറസ്റ്റ് ചെയ്തുകൊണ്ട് ഇവർക്ക് അനുകൂലമായിട്ടുള്ള തരംഗം സൃഷ്ടിക്കാനായിട്ട് ഞങ്ങൾ സമ്മതിക്കില്ല. അതൊരു ശരിയായ രാഷ്ട്രീയ മാതൃകയല്ലല്ലോ. ഇവിടെ കരുവന്നൂരിന്റെ വിഷയത്തിൽ ഇപ്പോഴല്ലല്ലോ ED അറിയുന്നത്. ED-യുടെ മുമ്പിൽ മുഴുവൻ രേഖകളും സമർപ്പിക്കപ്പെട്ടതാണ്, അന്വേഷണം നടക്കുന്നുണ്ട്. എന്നിട്ടും എന്ത് ED ഇതുമായി ബന്ധപ്പെട്ട പ്രതികൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ താല്പര്യം കാണിക്കാതിരുന്നത്? ഇലക്ഷൻ സമയത്ത് ഇത് BJP-ക്ക് അനുകൂലമായിട്ട് ഒരു തരംഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതായത് കോൺഗ്രസിലേക്ക് വരുന്ന UDF-ലേക്ക് വരുന്ന വോട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് ഇതിനെ കാണാൻ സാധിക്കും. ജിൻഡോ പറഞ്ഞത് സ്വാഭാവികമായും കോൺഗ്രസിന് ആശങ്ക ഉള്ള ഒരു പ്രായോഗിക വിഷയമാണ്. ഇവിടെ